നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെഎസ്ആർടിസി ബസ് ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12-ലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താനായി കോടതിയിൽ ഹാജരായത്. 12 മണിക്ക് എത്തണം എന്നായിരുന്നു റിപ്പോർട്ട്. എങ്കിലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ആര്യ രാജേന്ദ്രൻ എത്തിയത്. മൊഴിയെടുപ്പ് 45 മിനിറ്റ് നീണ്ടുനിന്നു. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കൂടെ ഉണ്ടായിരുന്നു. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിൽ കൈമാറുകയായിരുന്നു. എത്രയും വേഗം കേസിൽ കുറ്റപത്രം നൽകാനാണ് പോലീസിന്റെ ശ്രമം. യദു ഓടിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചുവെങ്കിലും അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. മേയറുടെ രഹസ്യമൊഴി എടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. ഏപ്രിൽ 28 രാത്രിയിലാണ് മേയറും ഭർത്താവും KSRTC ഡ്രൈവറുമായി വഴിയിൽ വെച്ച് വാക്കുപോരുണ്ടായത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതായി മേയറും കുടുംബവും ആരോപിച്ചിരുന്നു. മേയർ ബസിന് കുറുകെ സീബ്ര ലൈനിൽ കയറ്റി കാർ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിന് ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാറ് ബസിന് കുറുകെ നിർത്തുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. കാറിന് സൈഡ് തരാത്തതിനല്ല അശ്ലീലാംഗ്യം കാണിച്ചതാണ് ചോദ്യം ചെയ്തത് എന്നും മേയർ വിശദീകരിച്ചു. ഡ്രൈവർക്കെതിരെ മേയർ പരാതി നൽകുകയും ചെയ്തു. ഡ്രൈവറും മേയർക്കുമെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുത്തില്ല. സംഭവം വിവാദമായതോടുകൂടിയാണ് കേസെടുത്തത്. ഡ്രൈവർ യദു ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നത്. യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും MLAയ്ക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയുമാണ്. പ്രധാന തെളിവായ മെമ്മറി കാർഡ് ആരെടുത്തുകൊണ്ടുപോയി എന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത്. 2 മാസമായി വേഗപ്പൂട്ട് ഇളകിയിട്ടുണ്ട് എന്നും GPS-ഉം പ്രവർത്തിക്കുന്നില്ല എന്നുമാണ് കണ്ടെത്തിയത്. മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നോ എന്ന് അറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ബസ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ പരാതിക്കാരുടെ മൊഴിയും സാക്ഷിമൊഴികളും അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. മെമ്പർ കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തിവരുന്നത്. ഇതുവരെയും അതിനെക്കുറിച്ച് യാതൊരുവിധ തുമ്പും ലഭിച്ചിട്ടില്ല.